അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ ഇന്ന് രാവിലെ ഉപ്പുമാവും അതുപോലെ തന്നെ കടലക്കറിയായിരുന്നു കേട്ടോ ഇന്ന്. അത്യാവശ്യം നല്ല കോമ്പിനേഷൻ ആട്ടോ, നമുക്ക് കടലയും അതുപോലെ തന്നെ ഉപ്പുമാവും. പിന്നെ കുറേ നേരം ദേ പഠിക്കാനിരുന്നു. നമ്മുടെ എക്സാം വരാറായി. അപ്പോൾ അതേ ബാങ്കിങ് ആട്ടോ ഒന്ന് നോക്കുന്നത്. അത്യാവശ്യം കുറേ നാളായി ബുക്കൊക്കെ എടുത്ത് തുറന്നിട്ട്. അപ്പോൾ എക്സാം എടുക്കലായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പഠിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു നോട്ട്സൊക്കെ ഞാനിങ്ങനെ പേപ്പറിലൊക്കെ ഇങ്ങനെ എഴുതി ഒക്കെ നമ്മൾ എഴുതുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വായിക്കുമ്പോൾ തലയിൽ കയറുന്ന പോലെയല്ല, എഴുതുമ്പോൾ നമുക്കതൊന്നും കൂടെ ഒന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ എടുത്ത് എഴുതി പോയിൻറ്റ്സൊക്കെ എഴുതി വയ്ക്കും. അതുപോലെ തന്നെ ഇയേഴ്സ്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ നോട്ട്സ് ഇങ്ങനെ ഒരു കുഞ്ഞു ബുക്കിലോ അല്ലെങ്കിൽ പേജിൽ എഴുതാനായിട്ട് എനിക്ക് കൂടുതലിഷ്ടം. ബുക്സൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് പേജൊക്കെ അങ്ങനെ എഴുതി അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പഠിക്കുന്നത്. ഇപ്പോൾ ബാങ്കിങ്ങും അക്കൗണ്ടൻസിയൊക്കെ ഒരുവിധമൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ലോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി പഠിക്കണം. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യുമോ, രാവിലെ തന്നെ കുറച്ച് നേരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കും. പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയിൽ പോവും. അപ്പോൾ ഇതിങ്ങനെ നോട്ട്സൊക്കെ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാം പിന്നെ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം എഴുതലും ആയി, നമുക്കത് മനസ്സിലാവലും ആവും. അപ്പോൾ എല്ലാവരും വായിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ എഴുതിയൊക്കെ നോക്കി പഠിക്കുന്ന കേട്ടോ ബെറ്റർ. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഞാനൊക്കെ മിക്ക സബ്ജക്റ്റ് ഇങ്ങനെ വായിച്ച് പോയി പഠിക്കും. അതിന് ശേഷം എക്സാമിന് ചെല്ലുമ്പോൾ നമുക്ക് പല കാര്യങ്ങളൊക്കെ മറന്നൊക്കെ പോകും. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഫീലായിരിക്കും. അപ്പോൾ ആ നേരത്ത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഒന്ന് എഴുതി പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ അത് ഏതായാലും ഞാൻ എഴുതി ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വേണം ഓരോ സബ്ജക്റ്റുകൾ എടുക്കാനായിട്ട്. അങ്ങനെ ഊണിന് ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കണേന്ന് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അടുക്കളയിലേക്ക്. എന്നിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരമൊക്കെ ബ്രേക്ക് എടുത്ത് പോവും. നമ്മൾ ഇരുന്നിരിപ്പിന് തന്നെ നമുക്കിങ്ങനെ പഠിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തൊക്കെ നടന്നോ അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയോ വേറെ സ്ഥലത്തൊക്കെ മാറിയിരുന്നൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു പുതിയൊരു അന്തരീക്ഷമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കും കേട്ടോ. കുറച്ച് നേരം കളിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഉച്ചക്കേക്ക് ഇന്ന് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിയതുണ്ടായിരുന്നു. പിന്നെ ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അമ്മ ബജ്ജിയും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ചമ്മന്തിന് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ചതച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കൽ. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മുടെ കൊള്ളിമലൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നൊക്കെ തട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമല്ലേ. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഔഷധ ചെടികളൊക്കെ പറിക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷെ ഞാനിതൊക്കെ ചെയ്ത് കുറേ നേരം ഇങ്ങനെ പോയി. പിന്നെ ഇതൊക്കെ പറിച്ച് കൊടുത്തത് നമ്മുടെ കൊള്ളിമലത്തെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ തന്നെ അല്ല, എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പോൾ ആകെ നനഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ കൊള്ളിയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാലും അതുപോലെ തന്നെ റസ്ക്കും കഴിക്കാൻ വിചാരിച്ചു. റസ്ക് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന റസ്ക്കാണ്. അത് കാരണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് ഇങ്ങനെ പാലിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ രാത്രിയായപ്പോൾ തക്കാളി ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ആയിരുന്നു ഇന്ന് കഞ്ഞിക്ക് സ്പെഷ്യൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യും.